ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നൊരു പുതിയ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വിവരാവകാശ നിയമം 2005 പ്രകാരം നമുക്കുള്ള അവകാശങ്ങൾ എന്താണ് എന്നറിയാനാണ്. വിവരാവകാശ നിയമം 2005 ജൂൺ 15 നിയമം വന്നെങ്കിലും ഒക്ടോബർ 12, 2005 മുതലാണ് നിലവിൽ വന്നേക്കുന്നത്. എന്താണ് വിവരാവകാശ നിയമം? അതായത് നിങ്ങളുടെ വാർഡിൽ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട്. അപ്പോൾ ആ പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ എന്തൊക്കെയാണ് വാർഡിൽ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ വികസനങ്ങളാണ് നടന്നിരിക്കുന്നത്, എത്ര എമൗണ്ടാണ് ഇതിന് ചിലവാക്കിയിരിക്കുന്നത്, എത്ര വർക്ക് ഇനി പെൻഡിങ് ഉണ്ട്, എത്ര എമൗണ്ടാണ് അലോട്ട് ചെയ്തത് പഞ്ചായത്തിന് ഗവൺമെൻറ്റിൽ നിന്ന്, എത്ര വർക്ക് ചെയ്തിരിക്കുന്നു, ഈ വിവരങ്ങൾ എല്ലാം തന്നെ ഒരു പക്ഷേ നിങ്ങളെ പഞ്ചായത്തിലെ മെമ്പറോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് അത് അറിയാനുള്ളൊരു അവകാശമുണ്ട്. ഈ അവകാശം നിങ്ങൾക്ക് എങ്ങനെ വിനിയോഗിക്കാം? നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഇൻഫോർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡിനോ ഒരു വൈറ്റ് പേപ്പറിൽ 10 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ്, പോസ്റ്റൽ സ്റ്റാമ്പല്ല, കോർട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് ഒരു അപ്ലിക്കേഷൻ കൊടുക്കുക. ഫ്രം നിങ്ങളുടെ അഡ്രസ്സ് വയ്ക്കുക ടു ദി ഇൻഫോർമേഷൻ ഓഫീസർ നിങ്ങളുടെ പഞ്ചായത്ത്, സബ്ജക്റ്റ് വിവരാവകാശ നിയമപ്രകാരം താഴെ കാണുന്ന വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ അറിയാൻ ആഗ്രഹമുള്ളത് അത് ഡിക്റ്റേറ്റ് എഴുതുക. അതായത് ഈ പഞ്ചായത്തിൽ 5 കൊല്ലത്തിൽ എന്തൊക്കെ വികസനങ്ങൾ നടന്നു, എത്ര രൂപ ചെലവ് ചെയ്തു, എത്ര രൂപ ബാക്കിയുണ്ട്, എത്ര പേർക്ക് പെൻഡിങ് ഉണ്ട് എന്നുള്ള വിവരങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് കോപ്പി വേണമെങ്കിൽ അതും ഇതെല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ട് അവർ നിങ്ങൾക്ക് നൽകണം. ഒരു സ്പെസിഫിക് ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് നൽകണം. അത് നൽകിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെയും നിങ്ങൾക്ക് അപ്പീൽ ബോധിപ്പിക്കാൻ സാധിക്കും. ഇത് മറ്റേ ഇൻഫോർമേഷൻ ആക്ട് പ്രകാരം വിവരാവകാശ നിയമം 2005 പ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അവകാശമാണ്. അത് നിങ്ങൾ വിനിയോഗിക്കുക. ഇത് നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാനുള്ള വിവരങ്ങൾ ഇവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തന്നെയായിരിക്കും. വെറും വൈറ്റ് പേപ്പർ അപ്ലൈ ചെയ്താൽ മതി. 10 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ് കൂടെ ഒട്ടിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.